ജനദ്രോഹ മോഡി പിണറായി ഭരണകൂടങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് കളമശ്ശേരി ടൗൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനബോധന പദയാത്ര ഒക്ടോബർ 19 ഞായറാഴ്ച നടക്കും. കളമശ്ശേരി സി പാർക്കിൽ നടന്ന ജനബോധന പദയാത്ര വിളംബര കൺവെൻഷൻ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ടി.എ. അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു. ജനഹിതം മാനിച്ചും ജനാഭിപ്രായം മുഖവിലക്കെടുത്തും മുസ്ലിം ലീഗ് പ്രവർത്തകർ മുന്നേറണമെന്നും നേതൃത്വത്തിൻ്റെ കെട്ടുറപ്പാണ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമായതെന്നും അഹമ്മദ് കബീർ പറഞ്ഞു. ജനാധിപത്യ ക്രമത്തിൽ പോകണമെന്ന് വാശിയുള്ളവരാണ്. ഒരു യോഗം തീരുമാനിക്കാം, ഒരു വ്യക്തി എന്തെങ്കിലും തീരുമാനിക്കുന്ന രീതിയോട് എനിക്ക് യോജിക്കാനേ ആവില്ല. ഏതെങ്കിലും ഒരു യോഗം, പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു യോഗം തീരുമാനിക്കും. ജനങ്ങളുടെ വിഷയം നിങ്ങൾ ഒരാളെ അവമാനിച്ചാൽ അയാൾക്ക് മനുഷ്യനാണ്, അയാൾ കരഞ്ഞു പോകും. ആ കരച്ചിൽ നമുക്കെതിരാവും. നിരപരാധിയായ ഒരാളാണ് അയാൾക്ക്. പ്രത്യേകിച്ച് വ്യക്തിയുടെ കാര്യം തീരുമാനിക്കുമ്പോൾ നമുക്കതിന് അവകാശമൊന്നുമില്ല, അധികാരമൊന്നുമില്ല. ജനാധിപത്യത്തിന്റെ ഒരു മുറയനുസരിച്ച് നമുക്ക് അങ്ങനെ അവസരം കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷേ കാലാകാലമായി, പതിറ്റാണ്ട് കാലമായി തന്റെ നാട്ടിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ആരായാലും അവരൊന്നും ഗുണം പിടിക്കുകയില്ല. അത് കാലം തെളിയിച്ചിട്ടുണ്ട്. അവിചാരിതമായി എനിക്ക് തെറ്റാ, നിങ്ങൾക്ക് തെറ്റാ, അതല്ല പറയും. പക്ഷേ കൂടിയാലോചനയില്ല, ഏതെങ്കിലും യോഗത്തിന്റെ ശുപാർശയില്ല, ഏകണ്ഠമായിട്ടല്ല, ഏകപക്ഷീയമാണ് ഒരു തീരുമാനം ഉണ്ടാവാൻ മുസ്ലിം ലീഗ് ഒരിക്കലും കൂട്ടുനിൽക്കാറില്ല. നമ്മുടെ കളമശ്ശേരിയിൽ പ്രത്യേകിച്ച് സംഘടനയെ മുന്നോട്ട് നയിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ മറക്കരുത്. ഒന്ന്, നമ്മുടെ സാഹോദര്യം; രണ്ട്, നമ്മുടെ സൗഹൃദം. അത് രണ്ടിലും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ആ ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകണം. ടൗൺ പ്രസിഡന്റ് കെ.പി. സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുഖ്യപ്രഭാഷണം നടത്തി. ആ ബോധ്യം എനിക്ക് പരിപൂർണമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അതിന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന ജോലി നമ്മൾ ചെയ്യാൻ മഹത്തായ തീരുമാനം തരട്ടെ. പോസിറ്റീവായി നല്ല തരത്തിലുള്ള തീരുമാനം തരട്ടെ. എല്ലാവരും ഒന്നിച്ചിരിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഒരു കാരണവശാലും ഒരു ഡിവിഷനിലോ ഒരു വാർഡിലോ ഈ അസംബ്ലിയിലോ ഒക്കെ നമ്മുടെ പ്രവർത്തകർ തമ്മിൽ ഒരു തർക്കം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മെന്റലായി മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം. അവന് ഞാനുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇനി എൻ്റെ സംസാരത്തിലോ എൻ്റെ പ്രവൃത്തിയിലോ എൻ്റെ എഴുത്തിലോ അത് അഗ്രവേറ്റ് ചെയ്യാൻ, അത് കൂടാൻ വേണ്ടി കാരണമാകുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവില്ലാത്തൊരു തീരുമാനം നമ്മൾ എടുക്കണം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാകും. ആ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കി അത് മേൽത്തട്ടിൽ മാത്രമല്ല, ഏറ്റവും താഴേന്ന് വരെയുള്ള എല്ലാ മേഖലകളുടെയും പ്രശ്നങ്ങളെ പരിഹരിച്ച് എല്ലാവരും മുസ്ലിം ലീഗുകാർക്ക് ഇസ്സത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള പ്രവർത്തനം, അതിനുള്ള ശ്രമം ഉണ്ടാകും ഞാൻ ഉറപ്പ് നൽകുന്നു. അത് ഒരു വശത്ത് വരുമ്പോൾ ഇനിയും നമ്മുടെ തർക്കങ്ങൾ നിലനിൽക്കാൻ പാടില്ല. മനസ്സിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും അകൽച്ച ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ വളരെ നേതാക്കള് ഒരുപാട് പ്രവർത്തികൾ. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി.ഇ. അബ്ദുൽ ഗഫൂർ പദയാത്രയുടെ തീം സോങ് പ്രകാശനം നിർവഹിച്ചു. സൂചിപ്പിച്ചതുപോലെ ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ ജനറൽ സെക്രട്ടറിയായി വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു വേർതിരിവോ ചേരിതിരിവോ ഉണ്ടാക്കി പോകാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എല്ലാ കാര്യത്തിലും ഒരു യോജിപ്പോടുകൂടി മുമ്പോട്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പല അവസരത്തിലും ഏതവസരത്തിലും അതിനെ ഒപ്പം നിന്നുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ചില അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനിയും മുമ്പോട്ടുള്ള പോക്കിൽ തീർച്ചയായിട്ടും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു അവസരം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തീം സോങ് ഔപചാരികമായി പ്രകാശനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. ടൗൺ ജനറൽ സെക്രട്ടറി പി.എം. ഫൈസൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ടി.എം. അബ്ബാസ്, STU ചുമട് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് T.S. അബൂബക്കർ, ലീഗ് ജില്ലാ സെക്രട്ടറി K.A. മുഹമ്മദ് ആസിഫ്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് P.S. സലീം, ജില്ലാ ജനറൽ സെക്രട്ടറി K.P. സുബൈർ, ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി P. റഹീം, ട്രഷറർ K.P.A. മജീദ, സെക്രട്ടറിമാരായ K. സിദ്ദീഖ്, അബ്ദുൽ കരീം,
ടൗൺ വൈസ് പ്രസിഡന്റ് NE അബ്ദുൽ സലാം, സെക്രട്ടറിമാരായ KS ഹമീദ്, KH റഷീദ്, K അബ്ദുൽ വഹാബ്, ടൗൺ ട്രഷറർ VS അബൂബക്കർ ഉൾപ്പെടെ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF, STU ഭാരവാഹികളും പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.